നീ എന്തിനാണ് ഞങ്ങൾ സംസാരിച്ച് ഒഴിഞ്ഞെന്ന് കേട്ടത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞു നീ, അല്ലെങ്കിൽ ഇതിനകത്ത് ജീവനോടെ പുറത്തു പോകില്ല. കൊല്ലല്ലേ സാറേ, ഞാൻ പറയാം. ഞാൻ പൈലി, കള്ളം പൈലി. ബാക്കി ഞാൻ പറയാം. റബ്ബർ ഷീറ്റുകൾ മാത്രം മോഷ്ടിക്കുന്ന ഒരു പാവം കള്ളൻ അല്ലേ? മോഷണത്തിനിടയിൽ വിലപിടിപ്പുള്ളത് എന്ത് കണ്ടാലും അതിൽ കമ്പമില്ല. റബ്ബർ ഷീറ്റ് ആണെങ്കിൽ ഏത് പൊന്നു നമ്പരാന്റേതാണെങ്കിലും അതേത് താഴിട്ട് കൂട്ടിവെച്ചാലും പൈലി കത്തിരിക്കും. എന്താ പൈലി അങ്ങനെയൊക്കെയല്ലേ? പൈലി എന്തിനാ അവിടെ ഞങ്ങളെ കണ്ടപ്പോ ഒളിഞ്ഞു നിന്നത്? ഞങ്ങളുടെ കയ്യിലെന്താ റബ്ബർ ഷീറ്റുണ്ടോ? അല്ല പൈലി, ഇവന് കിട്ടിയൊന്നും പോരാ. കിഷോർ, പൈലി പറയും. പൈലി ഒന്ന് ശ്വാസം എടുത്തോട്ടെ. എന്താ പൈലി അപ്പൊ പറയല്ലേ? പൈലി എന്തിനാ ഞങ്ങളെ ഫോളോ ചെയ്തത്? ഈ കേസുമായി പൈലിക്ക് എന്താ ബന്ധം? വേണ്ട, പൈലി ബുദ്ധിമുട്ടണ്ട, അതും ഞാൻ പറയാം. പൈലിയാണ് അന്ന് രാത്രിയിൽ പള്ളിയിൽ ചെന്ന് ഫാദറിനോട് ആ വിവരം പറഞ്ഞത്. ഏതോ ഒരു പെണ്ണിനെ ആരൊക്കെയോ ചേർന്ന് ഒന്ന് കുളിച്ചു മുടിയ കാര്യം അല്ലേ? കഥകളൊക്കെ നിങ്ങൾക്കറിയാം. ഇനി പൈലി ഒറ്റ കാര്യം പറഞ്ഞാൽ മതിയാവും. ഫാദറിന്റെ പൈലി എങ്ങനെ കൊന്നത്? അയ്യോ, ഞാനല്ല, എനിക്കൊന്നും അറിയത്തില്ല സാറേ. അറിയത്തില്ലല്ലോ പറയണ. നീ അച്ഛനെ ഒന്ന് പറഞ്ഞത് കേൾവല്ലേ? ആരൊക്കെ ഒരു പെണ്ണിനെ കുഴിച്ചെടുത്ത് കണ്ടുവന്ന്? അല്ല, ഞാൻ പറഞ്ഞ സത്യമാ. ഞാൻ കണ്ടതാ സാറേ. ഞാൻ അന്ന് രാത്രി നിനക്ക് എന്റെ എഞ്ചിനീയറുടെ വീട്ടിൽ നിന്ന് ഷീറ്റ് മോഷ്ടിച്ചുകൊണ്ട് ഞാൻ മെഴുവല്ലിക്ക വഴി വരുമായിരുന്നു. അപ്പോഴാ സാറേ ഞാനത് കണ്ടത്. നല്ല ഭയന്ന് പോയി സാറേ. ഷീറ്റിന് വേണ്ടി ഞാൻ നേരെ പള്ളിയിലേക്ക് പോയി. ഇതാ സംഭവിച്ചത്. കർത്തവ്യം നേരാണ് സാറേ. സമ്മതിച്ചു. പക്ഷേ ഈ കഥയിൽ പൈലി സൂചിപ്പിക്കാൻ വിട്ടുപോയ ഒരു ഭാഗമുണ്ടല്ലോ. അച്ഛനെ വിവരം അറിയിച്ച ശേഷം പൈലി പിന്നെ എങ്ങോട്ട് പോയി? പള്ളിയിൽ പോലീസ് എത്തിയപ്പോ പൈലി അവിടെ കണ്ടില്ലല്ലോ. ഞാൻ മുന്നേറാ സാറേ. എന്തിനും ആദ്യത്തെ ആവശ്യത്തിന്റെ മുന്നും പിന്നും നോക്കാതെ സംഗതി ഞാൻ അച്ഛനെ അറിയിച്ചെങ്കിലും അച്ഛൻ പോലീസിനെ വിളിക്കുന്ന കേട്ടപ്പോ എന്റെ ധൈര്യമൊക്കെ പോയി സാറേ. ഞാൻ എന്നാത്തിനാ നേരത്ത് അവിടെ പോയത് ചോദിച്ചാൽ തീർന്നില്ലേ സാറേ? കവനല്ലേ സാറേ ഞാൻ ചെയ്തത് ബുദ്ധിമോശമായി പോയെന്ന് എനിക്കെപ്പോഴാ തോന്നിയത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഓടി രക്ഷപ്പെട്ടു. കള്ളൻ പൈലി പറഞ്ഞത് സത്യമാണ്. ആ സത്യം നാം കണ്ടതുമാണ്. പിന്നെ സത്യം പറയാത്തത് ആരാണ്? ചാരം മൂടിക്കിടക്കുന്ന ആ വലിയ സത്യത്തിനായുള്ള കാത്തിരിപ്പുമായി